ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അല്ല അല്ല ശ്രീത്തെ അതെ എന്താ പറയുന്നത് നോക്കാം നമുക്കൊന്ന്. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. വേറെ വല്ലയിടത്തും പോയി വിളിക്കണം. അല്ല 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 പ്ലീസ് പ്ലീസ് പ്ലീസ്. ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഈ പറയുന്ന സാധനം യൂത്ത് കോൺഗ്രസ്സുകാരോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാര് കള്ളവോട്ടെങ്കിലും ചെയ്യാതെ കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. നിങ്ങൾ ഇവിടെ കിടന്ന് ഷോക്ക് അടിച്ച പോലെ ഷോക്ക് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഷോക്ക് അടിച്ച പോലെ വല്ല കാര്യമുണ്ടോ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അസു ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. മനുഷ്യ, നിങ്ങളെ ഈ സംസ്കാരമാണ് പിള്ളേർ കാണിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്ന ഈ സംസ്കാരമാണ് ചെറിയ പിള്ളേർ കാണിക്കുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്റെ പൊന്നാണ് 2,21,000 വോട്ട് ഒരാൾക്ക് കിട്ടിയിട്ട് 2,16,000 വോട്ട് ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അയലൊക്കത്ത് പോയായിരിക്കും പ്ലീസ് പ്ലീസ്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. എന്നോട് വേണ്ട മനസ്സിലായില്ലേ? എന്റെ പൊന്ന് ചേട്ടാ, നീ എന്നൊക്കെ വീട്ടിൽ പോയി തന്നെ വിളിക്കണമെന്ന് ഞാനും പറയും കേട്ടോ. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. താങ്കൾ ഇങ്ങനെ ഇമോഷണൽ ആവാതെ അഡ്വക്കേറ്റ് നിയാസ്. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. നിങ്ങൾ ഇവിടെ വെളി കൂടുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മറുപടി ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ബഹളം ഉണ്ടാക്കും. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇടപെടുന്ന സമയത്ത് മാന്യമായിട്ട് പെരുമാറും. അതെ, പേഴ്സണൽ അബ്യൂസിലേക്ക് കൊണ്ടുപോകരുത്. മറ്റേത് ഇയാളുടെ വീട്ടിൽ പോയി പറയും, ഇതൊന്നും അല്ല ചേട്ടാ മര്യാദ, ഇതൊന്നും അല്ല മര്യാദ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ അല്ലല്ലോ മര്യാദ. മാത്രമല്ലല്ലോ ഈ പ്രശ്നം. അതാണ് പ്രശ്നം. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. 2,16,000 അസാധു എന്താന്ന് ചോദിച്ചാൽ മറുപടി അതെ 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 പറഞ്ഞേ ചേട്ടാ. പിള്ളേരുടെ മുന്നിൽ അവരെ ഉപദേശിക്കാനായിട്ട് ചെലവഴിച്ചിരുന്നെങ്കിൽ അവന്മാർ ഈ കള്ളത്തരം കാണിച്ച് ജയിലിൽ പോയി കിടക്കുമായിരുന്നോ ചേട്ടാ? ഇന്ന് ഈ ചർച്ച ഉണ്ടാകുമായിരുന്നോ ചേട്ടാ? നമ്മൾ തമ്മിൽ അടികൂടുമായിരുന്നോ ചേട്ടാ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. നീ ആരാന്നോ? തമാശയൊന്നല്ലോ ചേട്ടാ, കൊള്ളാമല്ലോ. ഇത്രേ ഉള്ളോ? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.